Section C, question number 26. Two alarm clocks ring their alarms at regular intervals of 20 minutes and 25 minutes respectively. If they first beep together at 12 noon, at what time will they beep again together next time? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ടു അലാം ക്ലോക്സ് റിംഗ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് 20 and 25 minutes respectively. The first beep together, രണ്ടും ഒരുമിച്ച് ബീപ്പ് ചെയ്തത് 12 നോൺ ആണ്. ഫസ്റ്റ് ബീപ്പ് ടുഗദർ അറ്റ് 12 നോൺ. നെക്സ്റ്റ് ടുഗദർ ബീപ്പ് എപ്പോഴായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ടൈപ്പ് പ്രോബ്ലംസ് വന്നാൽ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന ഇൻ്റർവെൽ അതിൻ്റെ LCM കണ്ടുപിടിച്ചാൽ LCM ഓഫ് 20 and 25 ഇതിൻ്റെ LCM കണ്ടുപിടിക്കാം. നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. 20 25 ഇതിൽ 2 പോകും, ഇവിടെ 10 25 അതേപോലെ എടുത്തത് 1 2 5 25 ഇതിൽ രണ്ടിനും കോമൺ 5 എടുത്തത് 1 5 1 5 1 അതേപോലെ എടുത്തത് 1. അപ്പോൾ ഇതിൻ്റെ പ്രൈം ഫാക്ടർ 2 multiplied by 2 multiplied by 5 multiplied by 5, that is 100 എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ LCM ആണ് ഇത് ഒരുമിച്ച് ബീപ്പ് ചെയ്ത സമയം. ദാറ്റ് ഈസ് they beep together at regular interval of 100 minutes. 100 മിനിറ്റ്സ് നമുക്ക് അവറിൽ കണ്ടുപിടിക്കാം. അത് 1 hour ഈക്വൽ ടു 60 മിനിറ്റ് നമുക്കറിയാം. 100 മിനിറ്റ്സ് നമുക്ക് 100 മിനിറ്റ്സ് ഈക്വൽ ടു 1 hour 40 മിനിറ്റ്സ് എന്ന് എഴുതാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ബീപ്പ് ടുഗദർ അറ്റ് 12 ആണ്. അപ്പോൾ നെക്സ്റ്റ് ടുഗദർ ബീപ്പ് എത്ര മണിക്കായിരിക്കും? ഈ 1 hour 40 മിനിറ്റ്സ് ആഡ് ചെയ്താൽ പോരെ. നെക്സ്റ്റ് ബീപ്പ് ടുഗദർ ഈക്വൽ ടു first beep together plus the interval time 12 plus 1 hour 40 minutes, that is equal to 40 minutes, that is at 1:40 PM.